അരുൺകുമാർ, ഇന്നലെ രാവിലെ മുതൽ അഭൂതമായ ഒരു തിരക്കാണ് ഈ ആലുവ ശിവരാത്രി മണപ്പുറത്തേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ഉറക്കമൊഴിച്ച് നിന്ന് ബലിതർപ്പണം നടത്തി കുറേ പേർ മടങ്ങിക്കഴിഞ്ഞു. കുറേ പേർ ഇപ്പോഴും മണപ്പുറത്ത് തന്നെ തുടരുകയാണ്. കാരണം ഇന്ന് കുംഭമാസത്തിലെ വാവുബലി ദിവസം കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് ഇവിടെ ബലിതർപ്പണം നടത്തി പോകാമെന്ന് കരുതി വന്നിരിക്കുന്ന ആളുകളുമുണ്ട്. ഇപ്പോഴും ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേർ മടങ്ങി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ രമല്ലൂരിൽ നിന്നാണ് വരുന്നത്. ആർക്ക് വേണ്ടി ബലിയിടാനാണ്? അച്ഛനെ. എല്ലാ വർഷവും വരുന്നതാണ് ഇവിടെ? എല്ലാ വർഷവും തന്നെ. ഇതൊരു വിശ്വാസമാണ് ആലുവ മണപ്പുറത്ത് വരുന്നത്? വിശ്വാസമാണല്ലോ, പൂർണ്ണമായിട്ടും വിശ്വാസമായിട്ടുണ്ടല്ലോ നമ്മൾ ഇവിടെ വരുന്നത്. നമുക്ക് ഇത്രയും ജനങ്ങൾ വരുന്നത് ഇവിടെ പൂർണ്ണമായിട്ടും നമ്മൾ ചെയ്യണത് കേൾക്കണോണ്ടാണല്ലോ ഇവിടെ വരുന്നത്. 300ഓളം ശാന്തിമാരാണ് ഇവിടെ ബലിതർപ്പണത്തിനായി പൂജകൾ ചെയ്യുന്നത്. 116 ബലിത്തറകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ഇവിടെ തങ്ങുന്നവർക്കായി പ്രത്യേകമായ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരുന്നു. ഇന്നലെ മന്ത്രി പി രാജീവ് നേരിട്ടെത്തി ഇതെല്ലാം വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഭക്ഷണം, വെള്ളം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഭക്തർക്ക് കൃത്യമായി എത്തുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് മന്ത്രി മടങ്ങുകയും ചെയ്തത്. ഇന്ന് കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം പകൽ സമയം കൂടിയാണ്. ഇന്നലെ രാത്രി ഇവിടെ എത്തിച്ചേരാനാകാത്തവർക്ക് ഇന്ന് പകൽ മുഴുവൻ ബലിയിടാനുള്ള സൗകര്യം കൂടി ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ പേർ എത്തുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. എന്തായാലും 1 ലക്ഷത്തിലേറെ പേർ ഇന്നലെ രാവിലെ മുതൽ ഇന്ന് രാവിലെ വരെയുള്ള സമയത്തിനകത്ത് ബലിതർപ്പണം നടത്തി മടങ്ങി എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കണക്കുകളും സൂചിപ്പിക്കുന്നത്. എന്തായാലും ട്രെയിൻ, ബസ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാം ഏർപ്പെടുത്തിയിരുന്നു. 1500ഓളം പോലീസുകാരെ വിന്യസിച്ചിരുന്നു. അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും നമുക്ക് സമാധാനപരമായ കാര്യമാണ്. വിവരങ്ങൾ നൽകിയത്. ആലുവ മണപ്പുറത്ത് ഭക്തജനങ്ങൾ ബലിതർപ്പണത്തിനായി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇന്ന് കണ്ടത്. പ്രയാഗ്രാജിൽ, നമ്മുടെ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് ഇന്നലെ പ്രയാഗ്രാജിലെ അവസാനത്തെ അമൃതസ്നാനമായിരുന്നു. 1.25 കോടിയിലധികം ആളുകളാണ് ഇന്നലെ മാത്രം അമൃതസ്നാനം ചെയ്യാൻ പ്രയാഗ്രാജിലെത്തിയത്. മൊത്തം 66.21 ലക്ഷം ആളുകൾ ഇതുവരെ സ്നാനം ചെയ്തു എന്നാണ് സർക്കാരിൻ്റെ കണക്കുകൾ പറയുന്നത്. ഒരുപക്ഷെ 67 കോടിയോളം എത്തിയേക്കാം എന്നും കരുതുന്നു.